അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി വളരെ ചിന്തിക്കണം. ഹബീബ് പറഞ്ഞു ഫയഗ്സു ഫിആമും മിനന്നാസ്, ഒരു വിഭാഗം ആളുകൾ യുദ്ധത്തിന് പോകും, യുദ്ധത്തിൽ അവർക്ക് വിഷമം നേരിടും. ഫയുഖാലു, അപ്പോൾ വിളിച്ചു ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കും. ഫയുഖാൽ നഅം, ഒരാളുണ്ട് എന്ന് പറയും. ഫയുഫ്തഹു ബിഹി, അങ്ങനെ ആ ആളെ കൊണ്ട് അവർക്ക് വിജയം ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും യുദ്ധത്തിന് പോകും. ഞാൻ ഇവിടുന്ന് പോയിട്ട് പിന്നെ യുദ്ധത്തിന് പോകും. യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് വിഷമമുണ്ടാവും. അപ്പൊ ചോദിക്കും, ഇവിടെ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ കാണൽ തന്നെ ദീനിന്റെ ഒരു അസ്ല് ബറക്കത്താണ്. അങ്ങനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറയും. അപ്പൊ ആ ആളെ മുന്നിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവർക്ക് യുദ്ധത്തിൽ വിജയമുണ്ടാവും. ഒന്ന്, ഫയഗ്സു ഫിആമും മിനന്നാസ് സുമ്മ യഅതി സമാൻ, പിന്നെ ഒരു കാലം വരും, അന്ന് അവർ യുദ്ധത്തിന് പോകും. അപ്പോൾ വിളിച്ച് ചോദിക്കപ്പെടും, യുദ്ധത്തിൽ വിഷമമുണ്ടാകുമ്പോൾ വിളിച്ച് ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഫയുഖാലു ലാ, റസൂലിനെ കണ്ട ആരുമില്ല എന്ന് പറയപ്പെടും. അപ്പൊ പിന്നെ ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ടോ? ഉണ്ട്. അപ്പൊ ആ ആളെ കൊണ്ട് വിജയം. ബുഖാരി, അർത്ഥം എന്ന് വെച്ചോ എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇസ്ലാമത്താണ്. പിന്നെ കുറെ കാലം കഴിയും, യുദ്ധത്തിന് പോകും. യുദ്ധത്തിന് പോകുമ്പോ വിഷമമുണ്ടാകും. അപ്പോൾ വിഷമത്തിൽ ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഫയുഖാലു ലാ, പരിശോധിച്ചില്ല. അപ്പൊ ചോദിക്കപ്പെടും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ടോ? ഫയുഖാലു ലാ, അവില്ല. സ്വഹീഹുൽ ബുഖാരി ബാബു ഫളാഇലിൽ സ്വഹാബത്തി റളിയല്ലാഹു അൻഹും എന്ന അധ്യായം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും, ഇല്ല. അപ്പൊ ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരുണ്ടോ? ഫയുഖാലു ലാ, അവില്ല. അപ്പൊ ചോദിക്കും, ഹൽ ഫീകും മൻ സ്വഹബ റസൂലല്ലാഹ്, അല്ലാഹുവിനെ റസൂലിനെ കണ്ടോരുണ്ടോ എന്ന് ചോദിക്കും. ഫയുഖാൽ നഅം, അങ്ങനെ ഉണ്ട് എന്ന് പറയും. ഫയുഫ്തഹു ബിഹിം, അങ്ങനെ അവരെ കൊണ്ട് വിജയമുണ്ടാകും എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം. ഇത് കറസ്പോണ്ടൻസ് കോഴ്സല്ല, ഇത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. നിങ്ങൾ നോക്ക്, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണുക, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ മഹാന്മാരിൽ ഒരാളാണ് മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ വഹശിയുടെ സ്ഥാനം പോലും ഉവൈസിന് ഇല്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം റസൂലല്ലാഹ്, ഹബീബായ നബിയെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പറ്റി പറയുന്നത് സയ്യിദുത് താബിഈൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം താബിഈങ്ങൾ നേതാവാണ്. സ്വഹാബത്തിന്റെ ഏറ്റവും അവസാനത്തെ ആളുകളിൽ ഒരാളായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയുള്ള ലോകത്തെ ആൺകുട്ടികളിൽ ഒരാളായ മഹാനായ വഹശി റളിയല്ലാഹു അൻഹു, വഹശി റളിയല്ലാഹു അൻഹു വളരെ മഹാനാണ്. ജീവിതം മുഴുവനും കരഞ്ഞ് ജീവിച്ച മനുഷ്യനാണ്. ഇസ്ലാമിൽ വന്നിട്ട് കരഞ്ഞ് ജീവിച്ച മനുഷ്യനാണ്. എപ്പോഴും പറയുമായിരുന്നു അത്രേ, ഖതൽതു ബിയദി ഖതൽതു ഖൈറൽ ഇബാദി ബഅദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെ ഈ കൈ കൊണ്ട് കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരഞ്ഞിരുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നമുക്ക് തിരിച്ചു തരികയും ചെയ്തു. മുസൈലിമത്തുൽ കസ്സാബ് ലഅനത്തുല്ലാഹി അലൈഹി, മുസൈലിമത്തുൽ കസ്സാബ് ലഅനത്തുല്ലാഹി അലൈഹി രംഗപ്രവേശം ചെയ്തപ്പോൾ മുസൈലിമയെ കൊന്നത് മഹാനായ വഹശി റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞു അത്രേ, ഖതൽതു ഖൈറൽ ഇബാദി വശറൽ ഇബാദ്. ഹബീബായ നബി കഴിഞ്ഞ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെ കൈകൊണ്ട് കൊന്നു. ഞാൻ പകരം വീട്ടിയിട്ടുണ്ട്. മുസ്തഫ റസൂലുള്ളാഹിക്ക് ശേഷം ഈ ലോകത്ത് മുസ്തഫ റസൂലുള്ളാഹിക്ക് എതിരാളിയായി വന്നവരിൽ ഏറ്റവും മോശപ്പെട്ടവനെ ഈ കൈകൊണ്ട് എനിക്ക് കൊല്ലാൻ കഴിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. എന്നാൽ ആ മനുഷ്യന് പോലും
ആ മനുഷ്യന് പോലും വഹ്ശിയുടെ സ്ഥാനമില്ല, ഉവൈസിന് പോലും ഈ വഹ്ശിയുടെ സ്ഥാനമില്ല റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് ലം യറ റസൂലല്ലാഹി മാ റആ റസൂലല്ലാഹ്. ഇസ്ലാം എന്നാൽ ഓരോരുത്തർ കിട്ടിയത് പറയലല്ല, ഈ വഴിയാണ് പ്രധാനം, ഈ കണ്ട് പോരുന്ന വഴിയാണ് പ്രധാനം. ബുദ്ധിയുള്ളവരെ ചിന്തിച്ചു നോക്കൂ. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ, ആ വഴിക്ക് എതിരായവരെയൊക്കെ ഇസ്ലാം തള്ളും. അതാ ശരി. ഈ വഴിയിൽ മുൻഗാമികളായ ആളുകൾക്കെതിരായവരൊക്കെ തള്ളി. ഉദാഹരണം ഖവാരിജിനെ തള്ളി. കാരണം അവർ അലി ഇബ്നു അബീ ത്വാലിബിന് എതിരായിരുന്നു റളിയല്ലാഹു അൻഹു. ഖവാരിജിനെ പറ്റി മഹാന്മാര് പറഞ്ഞത് അവർ കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കളാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മിശ്കാത്തിൽ ഹദീസ് കാണാം, ഹബീബ് റസൂലുള്ളാഹി തൊട്ട് മുദ്രിക്കപ്പെട്ടിട്ടുണ്ട്. കിലാബു അഹ്ലിന്നാർ. വേറെയും ഹദീസ് കാണാ. ഖദരിയാക്കളെ പറ്റി പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഖവാരിജിനെ മുസ്ലിം ലോകം തള്ളിയത് അവര് ഖുർആൻ പറയാത്തത് കൊണ്ടല്ല. അവര് ഖുർആൻ പറഞ്ഞവർ തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് സംഭവിച്ചു പോയ അബദ്ധം, അവര് പരിശുദ്ധ ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്തായിരുന്നു. അവർ മുൻഗാമിയായ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബിന് എതിരായിരുന്നു എന്നതുകൊണ്ടാണ് ഖുർആനും ഹദീസും അവരും പറഞ്ഞിട്ടുണ്ട്. ഖദരിയാക്കളെ തള്ളി. എന്തേ ഖദരിയാക്കളെ തള്ളാൻ കാരണം? പ്രമുഖമായ സ്വഹാബി പക്ഷത്തിന് മുഴുവനും അവർ എതിരായിരുന്നു. തള്ളി. ഖുർആനും ഹദീസൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കണം. അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം. ബഹുമാനികളെ റാഫിളിയാക്കളെ ഷിയാക്കളെ തള്ളാനുള്ള കാരണം അവർ സിദ്ദീഖുൽ അക്ബറിനും ഉമർ ഇബ്നുൽ ഖത്താബിനും എതിരായിരുന്നു. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ പറഞ്ഞത്? വളരെ ചിന്തിക്കണം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്തസിലികളെ തള്ളി. എന്റെ മുഅ്തസിലികളെ തള്ളിയത് അവർ താബിഈങ്ങൾക്ക് എതിരായിരുന്നു. ഈ മുഖ്യധാരയിൽ വന്ന ജനവിഭാഗത്തിന് പുറത്തേക്ക് ആരെങ്കിലും പോയാൽ അവരെ മുഴുവനും ഇസ്ലാം തള്ളിയിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ കനപ്പെട്ട ന്യായങ്ങളും ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞ ആളുകൾ തന്നെയായി. മുഅ്തസിലിയാക്കളുടെ വാദത്തിൽപ്പെട്ട ഒരു വാദം ഈ അബൂദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്. മുഅ്തസിലിയാക്കളുടെ ഒരു വാദം നല്ല ന്യായമുള്ള വാദ, പ്രത്യക്ഷത്തിൽ തോന്നിയാൽ ഒരു പ്രത്യക്ഷം കണ്ട നല്ല ന്യായ അവരൊരു വാദമായിരുന്നു. സുബൈക്ക് മാത്രം അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാ വഖത്തിലും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയണം. കാരണം മനുഷ്യന്മാര് രാത്രി മാത്രമല്ല മറ്റു സമയത്ത് ഉറങ്ങാൻ സാധ്യതയുണ്ട്. ന്യായാണോ അല്ലേ? അല്ല, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ന്യായാണോ അല്ലേ? പ്രത്യേകിച്ച് ഇന്നത് ഈ ഇൻഡസ്ട്രിയൽ സിറ്റി പോലത്തെ ഉദാഹരണം ജയ്പൂര്, അതേപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട മീററ്റ്, ഗാസിയാബാദ്, അത് അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പകുതി ശതമാനം ആളുകളുടെയും ജോലി രാത്രിയാണ്. അവർക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞാല് അവര് ഇതുവരെയും ഉറങ്ങിയിട്ടില്ല. അവർക്ക് നൗം എപ്പോഴാ? 8 മണിക്കൂർ നാസ്താക്കിയിട്ട് ഒറ്റ കിടത്താ പിന്നെ അവര്. അപ്പൊ ളുഹ്ർ നിസ്കരിക്കുമ്പോ നല്ലതാണ് എന്ത് അസ്സലാത്തു ഖൈറുൻ നൗം എന്ന് അവര് പറഞ്ഞു. ഇവര് കണ്ടു പറഞ്ഞാൽ ഇന്ന് ആ പറഞ്ഞ വാക്ക് ഇന്ന് ഒന്നും കൂടി പ്രസക്തമാണെന്ന് തോന്നിപ്പോകും. ചിന്തിക്ക് നോക്കൂ. പക്ഷേ സഹാബികൾ വലിച്ചു തള്ളി അവരെ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂഫിൽ ഈ വാദമുള്ളവരുടെ പള്ളിയിൽ കയറി. ഒരിക്കൽ നിസ്കരിക്കാൻ നേരമായപ്പോ പള്ളിയിൽ കയറി. പള്ളിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ളുഹറിന് ബാങ്ക് കൊടുക്കുന്ന മനുഷ്യൻ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നതോടുകൂടെ ഫവസബ ഇബ്നു ഉമറ മിനൽ മസ്ജിദി ഫഖാല ഉഖ്റുജു മിൻ ഹാദൽ മസ്ജിദിൽ ഖബീർ. ഈ കള്ളന്റെ പള്ളിയിൽ നിന്ന് പുറത്തു പോവാ, ഇവിടെ നമുക്ക് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്ന് അബൂദാവൂദ് കിതാബു സ്വലാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മത്തുള്ള പറയല്ല, കിതാബു സ്വലാത്ത് നോക്കൂ, അവിടെ കാണാം. അപ്പൊ നോക്ക്, നിങ്ങൾ ചിന്തിക്കണം. ഈ പരിശുദ്ധമായ ഇവർ ഖുർആൻ ഹദീസും പറഞ്ഞില്ല എന്നുള്ളതല്ല, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ് ഒരുത്തുണ്ടാക്കിയ സംഘടനന്റെ തന്നെ പേര്. ഇപ്പൊ ആളെ കാണാനില്ല, എവിടെ പോയ അല്ലാഹു ആലം. ഇതുവരെ ഉണ്ടായില്ല. അള്ളാഹിന്റെ കലാമിനോട് അതിര് വിട്ട് കളിച്ചു. അള്ളാഹു അതിനുള്ള ശിക്ഷയും നൽകി. ഇതൊക്കെ അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിന് കേരളത്തിൽ ഒറ്റയാൾ പട്ടാളമായി തന്റെ വാദത്തിന് വേണ്ടി ഖുർആൻ നിരത്തിയ ആളായിരുന്നു ചേകനൂര്. നിങ്ങൾ ആലോചിച്ച് നോക്കി, തമാശയല്ലല്ലോ ഈ പറഞ്ഞ കാര്യം. എന്നിട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാന്റെ ഖുർആൻ പരിശോധിച്ചു. ആ പരിശോധിച്ചപ്പോ അയാൾ ഖുർആൻ നോക്കണമെന്നല്ലേ മനസ്സിലാവുന്നത്. അയാൾ ഖുർആൻ നോക്കി പരിശോധിച്ച് നോക്കുമ്പോ 5 വഖത്ത് നിസ്കാരമാണെന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇന്നിപ്പോ ഹജ്ജിന് ഉണ്ടല്ലോ, ഖുർആൻ നോക്കി ഒന്ന് ഹജ്ജ് ചെയ്താൽ ഒരാളൊന്ന് ഹജ്ജ് ചെയ്യും. മാത്രമേ ആൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറയും ഖുർആൻ നോക്കി ഒന്ന് ഹജ്ജ്.
ഖുർആൻ നോക്കി ഹജ്ജ് ചെയ്യാനല്ല പറഞ്ഞത്. ഖുദൂ അന്നി മനാസികക്കും എന്ന് മുഹമ്മദ് നബി. മൈക്ക് ശ്രദ്ധിക്കണേ. ഖുദൂ അന്നി മനാസികക്കും, ഖുദൂ അന്നി മനാസികക്കും സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസിന്റെ വ്യാഖ്യാനം ലിഅന്ന വറാഅകും ലിഅന്നല്ലദീന വറാഅകും യുസല്ലൂന കമാ തുസല്ലൂൻ. നിങ്ങൾ എന്നെ കണ്ടിട്ട് നിസ്കരിക്കണം. എന്തുകൊണ്ട്? നിങ്ങളെ പിൻഗാമികള് ഖുർആൻ നോക്കിയല്ല നിസ്കരിക്കുക, നിങ്ങളെ കണ്ട് നിസ്കരിക്കും. അവരെ പിൻഗാമികൾ അവരെ കണ്ടിട്ട് നിസ്കരിക്കും. അങ്ങനെയാണ്. നമ്മുടെ ഉസ്താദ് ഇവിടെ ഉണ്ട്, ഞാൻ നിസ്കരിച്ചു കൊടുത്തത് അങ്ങനെയാണ്, അവിടുന്ന് അങ്ങനെയാണ്. നോക്കൂ, ചിന്തിക്ക്. ഖുർആനും ഹദീസും പിടിച്ചോളി എന്ന് പറഞ്ഞപ്പോ ചില വിഡ്ഢികൾ മനസ്സിലാക്കി ഖുർആൻ എങ്ങനെ പിടിച്ചിട്ട് തിരിക്കലാണ് എന്ന്. ചെറുശ്ശേരി അവിടെ പറഞ്ഞു നേരാ. ഖുർആൻ നോക്കി പഠിക്കാൻ തയ്യാറായി ചേകനൂരിന്റെ നിസ്കാരം 5 വഖത്തല്ല 3 വഖത്താണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അങ്ങനെ പലരുമുണ്ട്. കോഴിക്കോട്ടെ ഒരു തുണിക്കച്ചവടക്കാരൻ മൗലവി ഉണ്ടായിരുന്നു. ജിന്ന് എന്ന വിഭാഗത്തെ മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ ജന്നക്കാർത്ഥം വെച്ച് നോക്കി. ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിന്നു എന്നർത്ഥം. അപ്പൊ ജിന്ന് എന്നാൽ കാട്ടുജാതിയാണ് എന്നാണ് മനസ്സിലാക്കി. അങ്ങനെയാണ്. ഈ കാട്ടുജാതി എന്നൊരർത്ഥം ജിന്നിന് മുൻഗാമികൾ ആരെയും വെച്ചിട്ടുണ്ടോ? അതയാൾ നോക്കിയില്ല. അയാൾ മനസ്സിലാക്കിയ ഖുർആൻ പരിശോധിക്കുക, എനിക്ക് തോന്നിയത് ഞാൻ പറയാ എന്ന്. ഇവിടെ ഉണ്ടായിരുന്നു ഒരു തുണിക്കച്ചവടക്കാരുണ്ടായിരുന്നു. അയാളുടെ ജിന്ന് ആ നിലമ്പൂർ ഫോറസ്റ്റിലൊക്കെ പുറത്ത് ഇറങ്ങാറ് എപ്പോഴെങ്കിലും 2 ആഴ്ചയിലൊരിക്കലൊക്കെ ഈ തേനം കൊണ്ടുവരുന്ന അർണാടന്മാർ എന്ന് പറയും. അങ്ങനെ ആളന്മാര്, ഈ കള്ളന്മാർ, ഈ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ്, ഈ അടിയന്മാരാണ് ഇയാൾക്ക് ജിന്ന്. അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തേ സംഭവിച്ചു പോയത്? യുളില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. മുൻഗാമികളിൽ നിന്ന് ദീൻ പഠിക്കുക എന്നത് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ദീൻ. അവരെ വിശ്വാസം സ്വീകരിക്കണം, അവരെ പ്രവർത്തനം സ്വീകരിക്കണം. നോക്കുനിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് അവരെ വിശ്വാസം എന്തായിരുന്നു ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഫൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്. അന്നാസായ ആളുകൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന്. അല അന്നാസ്. അന്നാസ് എന്നാൽ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചെയ്തതുപോലെ ചെയ്യുക, പിന്നീട് താബിഈങ്ങൾ ചെയ്തതുപോലെ ചെയ്യുക. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ് ഖാലു അനുഅ്മിനു കമാ ആമനസ്സുഫഹാ. ആ വിഡ്ഢികൾ ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ വഴിയുണ്ട് എന്ന് പറയുന്ന ആളുകൾ വിശ്വാസികളെ ഒന്ന് പുനഃപരിശോധിച്ചുകൂടെ? മുൻഗാമികളുടെ അസാസ് അടിസ്ഥാനപരമായി അവർ കാണിച്ച സത്യങ്ങൾക്ക് ദീനിൽ വലിയ വിലയുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ അർത്ഥം തെളിവില്ലാത്തവർ ചെയ്യുന്നല്ല, തെളിവില്ലാത്ത ചെയ്യുക എന്നല്ല. പക്ഷെ രീതി അവരിൽ നിന്നാണ് പഠിക്കേണ്ടത്, രീതി അവരിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ വിശ്വാസം നമുക്ക് വിശ്വാസമാകണം. ആ വിശ്വാസത്തിന്റെ പുറത്തേക്ക് പോയാൽ മുസ്ലിം ഉമ്മത്ത് തകർന്നു പോകും. ഒരു സംഭവം പറയാ, അവരുടെ വിശ്വാസം എന്തായിരുന്നു? ഒരു സംഭവം പറയാ. നോക്കൂ, അവരൊരു സംഭവം പറയാ. عن أنس رضي الله عنه أن أم سليم رضي الله عنها كانت تبسط للنبي صلى الله عليه وسلم نطعا فيقيل عندها. صحيح البخاري. ഉമ്മുസലൈമിന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും. എന്നിട്ട് അവിടെ ഉമ്മുസലൈം റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി, ശ്രദ്ധിക്കണേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മുസലൈം നല്ല വിരിപ്പ് വിരിച്ചു കൊടുക്കും. ആ വിരിപ്പ് കടന്ന് സ്വഹീഹുൽ ബുഖാരി. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാവണില്ലേ? മുൻഗാമികളെ വിശ്വാസം നമ്മളെ വിശ്വാസമാണ്. നമ്മളത് പുറത്തു പോയാൽ നമ്മൾ തകർന്നു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലോണം നിങ്ങളിത് മനസ്സിലാക്കണം, ഇതുള്ളവരെ ചിന്തിക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും ഇത് ചിന്തിക്കണം. ഈമാൻ കട്ടുകൊണ്ടുപോകാനാണ് ഇന്ന് പലരും ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി അൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടരിച്ച് റിപ്പോർട്ട് സ്വഹീഹുൽ ബുഖാരി. ഉമ്മു സുലൈമിന്റെ വീട്ടിൽ റസൂലുള്ളാഹി ഉറങ്ങാൻ വേണ്ടി വരും. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി വന്നാൽ ഉമ്മു സുലൈം വിരിപ്പ് വിരിച്ചു കൊടുക്കും. ആ വിരിപ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഫയഖീലു ഇൻദഹാ അലാ ദാലിക അൻതുഇ, ആ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങും. فإذا نام النبي صلى الله عليه وسلم أخذت منه من عرقه وشعره من شعرقه وشعره. റസൂലുള്ളാഹി ഉറങ്ങിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി ഇങ്ങനെ വിയർക്കും. അത് റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ്. ഇതിനുടനെ ഉമ്മു സുലൈം എന്ത് ചെയ്യും? എടുക്കും. സ്വഹീഹുൽ ബുഖാരി. കാലം എത്ര പുരോഗമിച്ചു പോയി, എന്നാലും ദീൻ ഇങ്ങനെ തന്നെയാണ്.
അത് ഇന്നത്തെ കാലത്ത് പറയണമെന്ന് വിചാരിക്കേണ്ട, അന്ന കാലത്ത് പറയണം. അതാണ് ദീന്. അങ്ങനെ പറയണ്ടെന്നുള്ള ഒരു ദീനും നമ്മുടെ ദീനും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അതാണല്ലോ ദീൻ. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? മുസ്തഫായ റസൂലുള്ളാഹിന്റെ വിയർപ്പ് ഇങ്ങനെ പഠിച്ചെടുക്കും. അപ്പൊ ശാരി അവിടുത്തെ മുടിയെടുക്കും. ഇപ്പൊ ജമാഅത്തുഹു ഫീ ഖാറൂറ, എന്നിട്ട് കുപ്പിക്കാക്കിയിട്ട് സുമ്മ ജമാഅത്തുഹു ഫീ സക്കിൻ. സക്ക് എന്നാൽ ഈ പിന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പാത്ത് വെക്കുന്ന ഒരു വസ്തുണ്ട്, ഒരു അടപ്പുള്ള പാത്രമുണ്ട്. ആ അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും. വഹുവ നായിമുൻ, റസൂലുള്ളാഹി ഉറങ്ങിയിരിക്കും. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനത്തെ വസ്തു റസൂലുള്ളാഹിന്റെ മുടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പൊക്കെ, ഇങ്ങനെ എടുത്ത വിയർപ്പൊക്കെ ഉമ്മു സുലൈമിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ എന്ത് ചെയ്തു? ഫലമ്മാ ഹളറ അനസ് ഇബ്നു മാലിക്കിൻ, ഇവിടെ നമ്മളെ വിഷയം ശ്രദ്ധിക്കണേ. ഫലമ്മാ ഹളറ അനസ് ഇബ്നു മാലിക്കിൻ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആരാ അനസ് എന്നറിയോ? റസൂലുള്ളാഹിന്റെ 10 കൊല്ലത്തെ വേലക്കാരനാണ് അനസ്. അനസിന് വിവരമില്ല എന്ന് പറയുന്നത്, മദീനയിലുള്ള എല്ലാ വിവരവും അറിയുന്ന ആളാണ് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നോക്കി ഈ മൈക്കെല്ലാം ശ്രദ്ധിക്കേ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇവിടെ തുറക്കാത്തോണ്ട വിഷയം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഫലമ്മാ ഹളറ അനസ് ഇബ്നു മാലിക് അൽ വഫാത്ത്, അനസ് ഇബ്നു മാലിക്കിന് വഫാത്ത് ഹാജരായപ്പോൾ അദ്ദേഹം വസിയത്ത് ചെയ്തു, ഇലാ അൻ യുജ്അല ഫീ ഹനൂതിഹി മിനസ് സക്കി, അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ കഫം പുടയിലും അദ്ദേഹത്തിന് സംസ്കരിക്കുന്ന വസ്തുക്കളിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് കുടയാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് സ്വഹീഹുൽ ബുഖാരി. ശ്രദ്ധിച്ചോ, നിങ്ങൾ മനസ്സിലായില്ല? ഇത് പാത്ത് വെക്കുക മാത്രമല്ല, എപ്പോഴാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമടുത്തപ്പോൾ തന്റെ അനുയായികളോട് പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹിന്റെ വിയർപ്പ് എന്റെ കഫം പുടയിലാക്കണം, എന്നെ സംസ്കരിക്കാനുള്ള സുഗന്ധമുണ്ടല്ലോ, നിങ്ങൾ അദ്ദേഹം വസിയത്ത് ചെയ്തു അൻ യുജ്അല ഫീ ഹനൂതിഹി, അദ്ദേഹത്തിനെ സംസ്കരിക്കുന്ന വസ്തുക്കളെ കൂട്ടത്തിൽ ഇതുകൂടി ആക്കണമെന്ന് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? ഈ കാര്യം കൊണ്ട് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ വിശ്വാസം. കഫം പുടവയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പുണ്ടായാൽ ഉഖ്റവിയായ ലോകത്ത് അതുകൊണ്ട് നേട്ടമുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് വിശ്വസിച്ചിരുന്നു. ബർക്കത്തെടുക്കാൻ പറ്റുമല്ലേ എന്ന അപ്പത്തെ ചില ആളുകളുടെ ചിന്ത. അതവരുടെ വിശ്വാസത്തിന് എതിരാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജീവിതകാലം മാത്രമല്ല, മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഈ മരിച്ചുപോയ മയ്യത്തിന് കപ്പംപുടയിലാക്കാറുള്ള വസ്തുക്കൾ കൊണ്ടല്ലോ, അതിന് പുറമെ നിന്റെ കപ്പംപുടയിൽ ആക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പാണ് എന്ന് അവിടുന്ന് വസിയത്ത് ചെയ്യുകയും ആ വസിയത്ത് പ്രകാരം നടപ്പിൽ വരുത്തുകയും ചെയ്തു എന്ന് ആരെങ്കിലും അല്ല പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരി. ഞാൻ വിശദീകരിക്കണില്ല. വേറൊരു ഹദീസ് കാണാ. ഒരു ഹദീസ് കൂടി പറയാം. സ്വഹീഹുൽ ബുഖാരി. അൻ സഹരിൻ റളിയല്ലാഹു അൻഹു അന്ന ഇംറഅത്തിൻ ജാഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബർദത്തിൻ മൻസൂജ, നെയ്തുണ്ടാക്കിയ ഒരു വസ്ത്രവുമായി ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. ശ്രദ്ധിക്കണേ, നല്ലോണം മനസ്സിലാക്കണം. സ്വഹീഹുൽ ബുഖാരി. നെയ്തുണ്ടാക്കിയ വസ്തുക്കളുടെ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. എന്നിട്ട് കാലത്ത് അവൾ പറഞ്ഞു, നസജതുഹാ ബിയദി, നബിയെ ഞാൻ എന്റെ കൈയോണ്ട് തന്നെ അത് നെയ്തുണ്ടാക്കിയതാണ്. ഫജിഅതു, ഞാൻ ഇവിടെ വന്നതിൽ അക്സുവക്കഹ, അങ്ങേ ധരിപ്പിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇത് ധരിക്കണം, അതിന് വേണ്ടിയാണ് ഞാൻ ഇത് കൊണ്ടുവന്നത് എന്ന് ആ സഹോദരി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? അങ്ങനെ ചെയ്തു. ഫഅഖദഹ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുപ്പായ ആ വസ്ത്രം റസൂൽ അങ്ങോട്ട് വാങ്ങി. മുഹ്താജൻ ഇലൈഹാ, അത് കിട്ടിയപ്പോൾ റസൂലുള്ളാഹിക്ക് വളരെ സന്തോഷമായി. ഒരു ആവശ്യമുള്ളത് എന്ന നിലവാരത്തിൽ തന്നെ എന്തെങ്കിലും ഉണ്ടല്ലോ പെരുപ്പാൽ എന്റെ ഒരു സമ്മാനം തന്നപ്പോ നോക്കുന്നത് പോലെയല്ല, നല്ല ആവേശത്തോടുകൂടെ താല്പര്യപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വസ്ത്രം അങ്ങോട്ട് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? വഇന്നഹാ ഇസാറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരയുടുപ്പാക്കി. ശ്രദ്ധിക്കണം, അങ്ങനെ അരയുടുപ്പാക്കി അത് ധരിച്ചു. അതുമായി റസൂൽ ആ വസ്ത്രം ധരിക്കുകയാണ്. അപ്പോൾ ഫഹസ്സനഹാ ഫുലാനുൻ, ഒരാൾക്കത് നല്ലതായി തോന്നി. സ്വഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ റസൂല് ഒരു പെണ്ണ് കൊടുത്ത ആ വസ്ത്രം ധരിച്ചു വന്നപ്പോ വേറൊരാൾക്കത് നല്ല താല്പര്യമുള്ള ഒരു വസ്ത്രമായി തോന്നി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഫഖാല. ശ്രദ്ധിക്കണേ, നിൽക്കേണ്ട ഒരാൾ നിൽക്കണേ, ഒക്കെ പണി തുടങ്ങുമ്പോ അപ്പം നോക്കാം, നിങ്ങൾ ശ്രദ്ധിക്കും. ഹബീബായ റസൂലുള്ളാഹി ധരിച്ചുകൊണ്ട് വന്നപ്പോൾ വേറൊരാൾക്കത് നല്ലതായി തോന്നി. ഫഖാല, അയാൾ പറഞ്ഞു, ഉക്സുനീഹാ
യാ റസൂലല്ലാഹ്, അത് എനിക്ക് ധരിക്കാൻ തരീ നബിയേ, എനിക്ക് ധരിക്കാൻ തരീന്ന് ആ മനുഷ്യൻ ആവശ്യപ്പെട്ടു. ഫഖാലൽ ഖൗമു, ജനങ്ങൾ പറഞ്ഞു, മാ അഹ്സൻത, ഈ പറഞ്ഞ ശരിയായില്ല. ലബിസഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അത് ധരിച്ചത് മുഹ്താജനിലയ, വളരെ താല്പര്യപൂർവമാണ്. നബിയോട് എന്തിനെ ചോദിച്ചത്? വഅലിംതാൻ, നിനക്കറിയാലോ, അന്നഹു ലാ യുറദ്ദു ലാ യറുദ്ദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ചോദിച്ചാ പിന്നെ ഒരിക്കലും അത് തട്ടൂല. നിനക്കറിയാലോ എന്തിനാ ഇത് ചോദിച്ചത് എന്ന് ഒരു സ്വഹാബികൾ മുഴുവനും വേറൊരാൾ അയാളെ കുറ്റപ്പെടുത്തി. നബിയെ, നിങ്ങൾ ധരിച്ച എനിക്ക് തരീന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നല്ല വസ്ത്രം റസൂലൊക്കെ വലിയ ഇഷ്ടമാണ്. ആ പെണ്ണ് കൊടുത്തപ്പോ റസൂല വലിയ ആവേശത്തിലാണ് ധരിച്ചത്. ഈ എന്തിനാ അത് ചോദിച്ചത്? എന്നത് ചെയ്ത് ശരിയായില്ല. നിനക്കറിയാലോ, ലാ യറുദ്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ ഒരാൾ പറഞ്ഞാൽ മടക്കൂല, അത് അവിടുന്ന് ഇഷ്ടമില്ലാതെ നിനക്ക് തരും. എന്തിനാ നീ അത് ചെയ്തത് എന്ന് ആ സ്വഹാബിയോട് ചോദിച്ചു. സ്വഹീഹുൽ ബുഖാരി. ഫഖാല, ആ സ്വഹാബി പറഞ്ഞു, ഇന്നി വല്ലാഹി മാ സഅൽതുഹു ലിഅൽബസഹു, ഞാൻ എന്നെ ധരിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ഇന്നമാ സഅൽതുഹു ലിതകൂന കഫനി, ഞാനത് നബിയോട് ചോദിച്ചത് അതെന്റെ കഫനാക്കാൻ വേണ്ടിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഈ സ്വഹാബി പറഞ്ഞു. എന്താ ഇതിന്റെ മായന? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ ഇതിന്റെ മായന? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ച വസ്ത്രത്തിൽ കഫനാക്കാൻ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് താല്പര്യപ്പെടുകയും അങ്ങനെ റസൂലുള്ളാഹിയിൽ നിന്ന് വാങ്ങിവെക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഫത്ഹുൽ ബാരി ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നുണ്ട്, വഫീഹി തബറുകു ബിഅഥാരിസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കണം എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ വിശ്വാസികളെ ചിന്തിക്കണം, ഇത് തമാശയല്ല. മാത്രമല്ല, ഫക്കാനത്ത് കഫനഹു, ഈ വസ്ത്രമായിരുന്നു പിന്നീട് ആ മനുഷ്യൻ മരിച്ചപ്പോ അത് ആ മനുഷ്യന്റെ കഫനാവുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ പറഞ്ഞത്. അബൂ അബ്ദില്ലാഹി ഇസ്മാഈൽ ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി. അവ നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരെ ബർക്കത്തെടുക്കുക അത് റസൂലുള്ളാഹിയിൽ മാത്രം പരിമിതമല്ല, അത് മഹാന്മാർക്ക് മുഴുവനുമുള്ളതാണ് എന്ന് ഈ ഹദീസ് എന്ന് മനസ്സിലാക്കാം എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത ഇസ്ലാമിലെ മുന്നണി പോരാളിയായിരുന്നു മഹാനായ ഖാലിദ് ബിൻ വലീദ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം? വകാനത്ത് ശഅറാത്തുൻ മിൻ ശഅരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖലൻസുവതി ഖാലിദ് ബിൻ വലീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ മുടി കളഞ്ഞപ്പോൾ അതിൽപ്പെട്ട ഒരൽപ്പം മുടി സ്വഹാബികൾ ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തപ്പോൾ അതിൽപ്പെട്ട ഒരൽപ്പം മുടി ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിരുന്നു. അദ്ദേഹം അതെന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ പടത്തലപ്പാവിന്റെ ഉള്ളിൽ ഇത് തുന്നിപ്പിടിപ്പിച്ചു. كانت شعرات من شعره صلى الله عليه وسلم في قلنسوة خالد بن الوليد. ഇത് ആരാധനയല്ല മനുഷ്യന്മാരെ. എന്താ ഈ ആരാധന? എന്തത് മനസ്സിലാക്കാത്തത്? പറഞ്ഞാ പിന്നെയും പറഞ്ഞു. വളരെ ചിന്തിക്കണം. ഇപ്പൊ ഏതോ ഒരു രാജാവ് പറഞ്ഞിട്ടുണ്ടത്രേ കയ്യൊമ്പിക്കാൻ പാടില്ല. ഇപ്പൊ അതിന്റെ പിന്നാലെ കുറെ മനുഷ്യന്മാർ. ഈ രാജാവ് കേവലം ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന കാര്യം മനുഷ്യന് ചിന്തിക്കണില്ല. ഇമാം ബുഖാരിയാണ് രേഖപ്പെടുത്തിയത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ചുംബിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ കൈ തൊട്ട കൈ വരെ പിൽക്കാലത്ത് താബിഈങ്ങൾ ചുംബിക്കാൻ വേണ്ടി മത്സരിച്ചിരുന്നു എന്ന ഹദീസ് ആരോ രേഖപ്പെടുത്തിയതല്ല, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. നിങ്ങൾ ചിന്തിക്കും. കൈ മാത്രമല്ല, കൈ കിട്ടല്ല ചുംബിക്കണമെങ്കിൽ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നുവെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബികൾ അതിന്റെ ചോട്ടിൽ അൻ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഹദീസ് കാണാം. റസൂലുള്ളാഹി കൈ ഇങ്ങനെ ഒന്നുവെടുക്കുമ്പോൾ കൈ കഴുകുമ്പോൾ സ്വഹാബികൾ അതിന്റെ താഴെ കൈ വെച്ചുകൊണ്ട് കാത്തു നിന്നിരുന്നു എന്ന ഹദീസ് കാണാം. ആരോ രേഖപ്പെടുത്തല്ല, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം കാണാം. ആ കൈ ഇങ്ങനെ നീട്ടിവെക്കും, എന്നിട്ട് ആ കയ്യിൽ നിന്ന് വെള്ളമെടുക്കും. കിട്ടിയവർ മുഴുവനും അവർ അതിനുവേണ്ടി മത്സരിച്ചിരുന്നു, അവർ അതിനുവേണ്ടി തർക്കിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട സ്വഹാബികൾ തർക്കിച്ചിരുന്നു.